മുകേഷിൻ്റെ കാര്യത്തിൽ രാജി ആവശ്യപ്പെട്ട് ചോദിച്ചപ്പോൾ പിന്നെ നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു ഡിഫൻഡ് ഞങ്ങൾ പറഞ്ഞില്ല എന്നല്ലേ ഗോവിന്ദ മാഷ് പറഞ്ഞത്. മുകേഷ് പാർട്ടി അംഗമല്ല, MLA മാത്രമാണ്, അതുകൊണ്ട് പുറത്താക്കാൻ പറ്റില്ല. പത്മകുമാർ അയാൾ MLA അല്ല, പാർട്ടി അംഗം മാത്രമാണ്, അതുകൊണ്ടും പുറത്താക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും വർഷത്തരം ഞങ്ങൾ പറഞ്ഞു, കോമഡി ഞങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞ കോമഡി മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. അല്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് ഈ ആരോപണമില്ല. നോക്കൂ, ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ പാർട്ടിയിൽ നിന്നല്ല പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഇരിപ്പിടം വരെ മാറ്റി. ഇനി അവിടെ ചെയ്യേണ്ടത് നിയമപരമായിട്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യട്ടെ, അത് ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുക. ഞങ്ങൾ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാം. എന്താണ് വയനാട് ചലഞ്ചിലേക്ക് ഞങ്ങൾ കമ്മിറ്റി കീഴ്ഘടകങ്ങളിൽ നിന്ന് മാത്രമേ പണം സ്വീകരിച്ചിട്ടുള്ളൂ, വ്യക്തികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടില്ല. കമ്മിറ്റി സ്വീകരിച്ച പണം മുഴുവൻ അക്കൗണ്ടിലേക്കാണ് സ്വീകരിച്ചത്. ആ അക്കൗണ്ടിലേക്ക് സ്വീകരിച്ച പണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പുറത്തുവിട്ടതാണ്. രണ്ടാമത് അക്കൗണ്ടിലേക്ക് വന്ന പണം എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ളത് 1,05,00,000 രൂപയാണ്. അത് കഴിഞ്ഞ ദിവസം KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ആ 1,05,00,000 രൂപ പാർട്ടിക്ക് സമർപ്പിക്കുന്ന ഒരു പ്രപ്പോസൽ ഞങ്ങൾ വെച്ചു. പാർട്ടി അവിടെയാണ് നിർമ്മാണം നടത്തുന്നത്. ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന അതേ സംവിധാനം തന്നെയാണ് നമ്മുടെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി പ്ലോട്ട് അലോട്ട് ചെയ്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സംവിധാനത്തിൽ തന്നെ ഞങ്ങളുടെയും നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ ആ പണം ഞങ്ങൾ പാർട്ടിക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു. ആ പണം ഞങ്ങൾ പാർട്ടിക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കൈമാറാൻ വേണ്ടി തീരുമാനിച്ച പണം ഇങ്ങനെ 1,05,00,000 രൂപ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗം എറണാകുളത്ത് നടന്നപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. ആ യോഗത്തിൽ അവതരിപ്പിച്ച അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ 13, 14 തീയതിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന രാപ്പകൽ സമരത്തിൻ്റെ ഘട്ടത്തിൽ വെച്ച് KPC പ്രസിഡന്റ് നേരിൽ കണ്ട് അതിൻ്റെ ചെക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പണം മുഴുവൻ ഞങ്ങൾ പാർട്ടിക്ക് കൈമാറുകയാണ്. അപ്പോൾ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പാർട്ടിക്ക് ഒരു തിരിച്ചടിയാണോ? അല്ല, പിന്നെ ആ സമരങ്ങളുടെ പ്രത്യേകത അതും പുറത്ത് കണ്ട മുഖമാണ് നിങ്ങൾ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്. സമരം നയിച്ചത് സംഘടനയാണ്, സമരത്തിൽ പങ്കെടുത്തത് സംഘടനാ പ്രവർത്തകരാണ്. സമരങ്ങൾ പലതും വിജയിച്ചത് പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായപ്പോഴും ജലപീരങ്കി ഉണ്ടായപ്പോഴും മർദ്ദനം ഉണ്ടായപ്പോഴും സഹപ്രവർത്തകരായ ചെറുപ്പക്കാരെല്ലാം തന്നെ അതിന് മുമ്പിൽ വിരിഞ്ഞു നിൽക്കാൻ വേണ്ടി തയ്യാറായതുകൊണ്ടാണ്. രാഷ്ട്രീയമായി നടന്ന സമരങ്ങളാണ്, അത് വ്യക്തിപരമായി നടന്ന സമരങ്ങളായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നതിനോട് യോജിപ്പില്ല. അല്ല, അത് ഓരോ നേതാക്കന്മാരുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് ആ സമയത്തൊക്കെ ക്രൗഡ് വരും. പക്ഷേ സമരങ്ങൾ ക്രൗഡല്ല, സമരങ്ങളിൽ കേഡറാണ് നയിക്കുന്നത്. ആ കേഡർഷിപ്പുള്ള ചെറുപ്പക്കാരാണ് സമരങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്. അത് ജനങ്ങൾ സ്വീകരിച്ചാൽ അതിന് ഇപ്പോൾ ഒരാൾ കുറ്റം പറയാൻ പറ്റും. അയാൾക്ക് ആരെങ്കിലും കൈയടിച്ചാൽ കൈയടിക്കേണ്ട ജനങ്ങൾക്ക് അതിന് നടപടി എടുക്കാൻ പറ്റും. അവർ കൈയടിച്ചു, ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും. ആ അല്ല, അവിടെ അന്ന് ആരോപണം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ വരുന്ന ഘട്ടത്തിൽ കോടതിയിൽ എന്താ ഉണ്ടായെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ടാകും. അങ്ങനെ കണക്കാക്കുന്ന ആളുകൾ ആരെങ്കിലൊക്കെ തന്നെ അദ്ദേഹത്തെ കണ്ടാൽ അതിനൊക്കെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അവിടെയുള്ള വോട്ടർമാർക്കിടയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് അവരുടെ പ്രതികരണങ്ങൾ അവരല്ലേ പറയേണ്ടത്. അതിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല, സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും വ്യത്യസ്ത പ്രതികരണം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാ ആളുകളും ഒരുപോലെ പ്രതികരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കും. നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നമുക്ക് മുമ്പിൽ വന്ന ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. ആ നിലപാട് പാർട്ടി എടുക്കുക, പാർട്ടി പ്രഖ്യാപിക്കുക. അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഏത് തലത്തിലാണെന്നുള്ളത് ജനങ്ങളുടെ അവരുടെ തീരുമാനമാണ്. അല്ല, അതിൽ തുടക്കത്തിലൊക്കെ ചില സഹപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പാലക്കാടുള്ളവരോ പാലക്കാട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ അവിടുത്തെ വോട്ടർമാരൊക്കെയാണ്. പാർട്ടി എന്നതിനേക്കാൾ ഉപരി അവിടുത്തെ വോട്ടർമാർ കൂടിയായിരുന്ന ആളുകളാണ്. അവർക്ക് ആ ഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള അപ്രിഹെൻഷൻസ് ഉണ്ടായി കാണാം. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ച ആളുകളൊക്കെ ഉണ്ടായി കാണാം. അപ്പോൾ പാർട്ടി നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഒരു അതിതീവ്രമായൊരു കേഡർ പാർട്ടി അല്ലല്ലോ. ഇത് അന്ന് സ്വിച്ച് ഇട്ടു, നാളെ അതുപോലെ തന്നെ നിന്നേക്കണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഉൾക്കൊണ്ടുവരാൻ ചിലപ്പോൾ സമയമെടുക്കും. പാർട്ടിയുടെ തീരുമാനം ഇതാണെന്നുള്ളത് ഉൾക്കൊണ്ടുവരാൻ ചിലപ്പോൾ സമയമെടുക്കും. അങ്ങനെ ചില ഡിലേകളൊക്കെ ഉണ്ടായി കാണാം, ആരെങ്കിലൊക്കെ കണ്ടു കാണാം എന്ന് കരുതി അത് പാർട്ടിയുടെ നിലപാടിനെ ഇല്ലാതാക്കുന്നില്ല. നേതൃത്വമെടുത്ത ആ സമീപനത്തെയും ഇല്ലാതാക്കുന്നില്ല, രാഷ്ട്രീയമായ തീരുമാനത്തെ ഇല്ലാതാക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നടന്നിട്ടുള്ളതെല്ലാം തന്നെ ചലഞ്ചുകളാണ്. അത് ബിരിയാണി ചലഞ്ച് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം ചലഞ്ചുകളാണ്. നിങ്ങൾ പറയുന്ന വിന്നർ ചലഞ്ച് നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ചലഞ്ച് അവിടെ നടന്നിട്ടില്ല. അവിടെ നടന്നതിൽ കാറ്ററിംഗ് സർവീസ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അടൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പണം സമാഹരിച്ചിട്ടുള്ളത്.
പിന്നെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പണം സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പേരും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയല്ല, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഒരാൾ പോലും അക്കൗണ്ടിലേക്കോ അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കോ അതല്ലാതെ വ്യക്തിപരമായ കയ്യിലേക്കോ ഒരു റെസിപ്റ്റ് എഴുതി കൊടുത്തോ വയനാടുമായി ബന്ധപ്പെട്ട് പണം സമാഹരിച്ചിട്ടില്ല. അങ്ങനെ സമാഹരിച്ച ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ നടപടി ഞങ്ങൾ വേറെ എടുക്കുകയും ചെയ്യും. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വിഷയം വന്നിട്ടുമില്ല. അങ്ങനെ ആരും തന്നെ അത്തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ ബോധ്യം. മറ്റേത് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പിന്നെ ഈ വാർത്തയിലൂടെ അറിയുന്ന കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കീഴ്ഘടകങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അല്ല അങ്ങനെ അതിനെ പറ്റിയിട്ട് അതെ ഞാൻ പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾ പറയുമ്പോഴും ചാനൽ വരുമ്പോഴും അറിയുന്ന കാര്യം മാത്രമാണ്. അതിനെ പറ്റിയിട്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങളും പരിശോധിക്കും. ഞങ്ങൾ ആരും നിലവിലെ കാര്യങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കാൻ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആരും ഈ പറയുന്ന പേരൊന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല. യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. അത് ഈ കപ്പാസിറ്റിയിൽ വന്നതല്ലല്ലോ. എനിക്കറിയില്ല. ഇപ്പോൾ താങ്കൾക്ക് എവിടെയെങ്കിലും ഫ്ലാറ്റ് ഉണ്ടോ എന്ന് താങ്കളുടെ ഈ സഹപ്രവർത്തകരെ ആർക്കെങ്കിലും അറിയും? വ്യക്തിപരമായ കാര്യമല്ലേ, ഞാൻ എങ്ങനെ അറിയും? മറ്റുള്ള ആൾക്കാരെങ്ങനെ അറിയും? ആളുകൾക്ക് വ്യക്തിപരം എന്ന് പറയുന്ന ഒരു സംഗതി വേറെയില്ല. അതിലെല്ലാം തന്നെ കയറിയിട്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ടോർച്ചടിച്ചാലും നടക്കുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് അതറിയില്ല, സംഘടനയെ സംബന്ധിച്ചും അറിയില്ല. അത് പിന്നെ സനോജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, പിന്നെ വടകരയിലേക്കെന്ന് പറയുമ്പോൾ ആരിലേക്കാണ് അത് ചെന്ന് നിൽക്കുന്നതൊക്കെ വെച്ചിട്ട്. സനോജിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ അങ്ങ് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പത്മകുമാറിലേക്ക് പിടിക്കുമ്പോൾ പിന്നെ പിണറായി വിജയന് ബന്ധമുണ്ടാവണം, മുകേഷ് വിടുമ്പോൾ പിണറായി വിജയന് ബന്ധമുണ്ടാവും, ഇതൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനമാണ്. ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എയറിൽ നിന്നൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സനോജ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, DYFI വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് എവിടേക്കെങ്കിലും ചെന്ന് എത്തിക്കണമല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ ഷാഫി പറമ്പിലൂടെ MP ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന. അപ്പോൾ എന്ത് വന്നാലും അതിങ്ങനെ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതതിനെ ജനങ്ങൾക്കിടയിൽ യേശു എനിക്കറിയില്ല. അവർ കുറേ ആയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനാടകീയത തോന്നുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കും. എനിക്ക് ഈ DYFIയുടെ നേതാക്കന്മാരുള്ള ഏക അഭിപ്രായ വ്യത്യാസത, ഒന്ന് ലളിതമായി സംസാരിക്കില്ല, രണ്ട് അതിനാടകീയത തോന്നുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കും. അത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പിന്നെ അറ്റത്തൊട്ട് പോകേണ്ട എന്ത് കാര്യത്തിന് അതൊക്കെ പറയാൻ നിൽക്കും? ഉള്ള കാര്യം പറഞ്ഞാൽ പോലെ രാഷ്ട്രീയം പറയട്ടെ.